ചേട്ടൻ എന്തുകൊണ്ട് പാടിയില്ല തനിനിറത്തിൽ മ്യൂസിക് ഡയറക്ഷനായിട്ട്? എന്തുകൊണ്ട് പാടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നോട് ഈ ചോദ്യം അനുപേട്ടൻ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം ഞാൻ ആദ്യം മ്യൂസിക് ചെയ്ത് എന്റെ ഒഫീഷ്യലി എന്റെ മ്യൂസിക് വരുന്നത് ഓ സിൻഡ്രല്ല എന്നുള്ള അനുപേട്ടൻ തന്റെ മൂവിയില് പാതിരാവ് പൂക്കുന്നുമല്ലേ എന്നുള്ളൊരു പാട്ടാണ്. പാതിരാവ് പൂക്കുന്നുമെല്ലേ രാത്തിങ്കളിൽ ചുംബനത്താ. അനുപേട്ടൻ വരി എഴുതിയിട്ട് ചുമ്മാ കമ്പോസ് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്ന് അങ്ങനെ ഒരു ട്രയൽ പോലെ ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പൊ അതൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഓ സിൻഡ്രല്ല വന്നപ്പോഴാണ് നമുക്ക് ഈ പാട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പാടാൻ തന്നെയാണ് അനുപേട്ടൻ പറഞ്ഞത്. അപ്പൊ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് നമുക്ക് പാടാം. പക്ഷെ ഒരു കമ്പോസർ എന്നുള്ള രീതി വരുമ്പോൾ നമുക്ക് എപ്പോഴും വേറൊരു വോയിസ് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. കമ്പോസറും സിംഗറും ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവർക്ക് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കമ്പോസ് ചെയ്യണത് പിന്നെ ഓഫ് കോഴ്സ് വിജയ് യേശുദാസ് എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ദാസേട്ടന്റെ മകനാണ് വിജയ്. അത്രയും പാട്ടുകൾ ഹിറ്റ് പാട്ട്. അപ്പൊ എന്റെ ആഗ്രഹം എനിക്കും ഉണ്ടാവുമല്ലോ ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. എന്റെ മ്യൂസിക്കിൽ ദാസേട്ടനെ കൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ദാസേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ദാസേട്ടൻ ഇപ്പൊ അമേരിക്കയിലാണ്, ദാസേട്ടൻ ഇപ്പൊ ഫിലിമിൽ പാടുന്നില്ല. അപ്പൊ പിന്നെ മകനെ കൊണ്ടെങ്കിലും ഒരു പാട്ട്. അപ്പൊ ഞാൻ ഒരു ആഗ്രഹം പോലെ അനുപേട്ടനോട് പറയുകയാണ്. അപ്പൊ അനുപേട്ടന്റെ വളരെ അടുത്ത സുഹൃത്താണ് വിജയേട്ടൻ.